എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നതുപോലെ കണ്ണൂർ ADM ആയിരുന്ന നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യയെ മാത്രം പ്രതിയാക്കിക്കൊണ്ട് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി അവർക്ക് 10 കൊല്ലം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റപത്രമാണ് കഴിഞ്ഞ ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനായ ശ്രീജിത്ത് കൊടിയേരി കണ്ണൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത്. അപ്പോൾ ADM നവീൻ ബാബുവിൻ്റെ മരണം ആത്മഹത്യയോ കൊലപാതകമാണോ എന്ന സംശയം ഇല്ലാത്ത തരത്തിലാണ് കുറ്റപത്രം. കൊലപാതകത്തിനുള്ള എല്ലാ സാധ്യതകളും തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത് ഒരു ആത്മഹത്യയാണെന്നും ആത്മഹത്യയ്ക്ക് ഇടയാക്കിയത് കരുതിക്കൂട്ടിയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന PP ദിവ്യയുടെ പ്രസംഗവും ക്ഷണിക്കപ്പെടാതെ കടന്നുവന്ന് യാത്രയപ്പ് യോഗത്തിൽ അവർ നടത്തിയ പ്രസംഗവും ആണെന്നാണ് കണ്ടെത്തൽ. അതേസമയം അവരുടെ വരവിന് വഴിയൊരുക്കിയ ജില്ലാ കളക്ടർ അരുൺ K. വിജയനോ ADM നവീൻ ബാബുവിനെതിരെ ഇല്ലാത്ത ആരോപണം ഉന്നയിച്ച പെട്രോൾ ബങ്ക് ഉടമയെന്ന് അവകാശപ്പെടുന്ന പ്രശാന്തോ വിവാദ പ്രസംഗം PP ദിവ്യയുടെ വിവാദ പ്രസംഗം മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് ചിത്രീകരിച്ച് ആ വീഡിയോ PP ദിവ്യയ്ക്ക് കൈമാറിയ ചാനൽ പ്രവർത്തകരോ ഒന്നും തന്നെ ഈ കേസിൽ പ്രതികളല്ല. അവരെല്ലാം സാക്ഷികളാണ്. അപ്പോൾ പ്രതിസ്ഥാനത്ത് PP ദിവ്യ മാത്രമാണ്. PP ദിവ്യയെ ആരോപണം ഉയർന്ന സന്ദർഭത്തിൽ തന്നെ കണ്ണൂർ CPM കൈവിട്ടിരുന്നു. പത്തനംതിട്ട CPM ആകട്ടെ ദിവ്യക്കെതിരെ കടുത്ത ആരോപണങ്ങളുമായി രംഗത്ത് വന്നിരുന്നു. അങ്ങനെ ചുരുക്കത്തിൽ ഈ സംഭവത്തിൽ PP ദിവ്യയെ മാത്രം പ്രതിയാക്കി സംഭവത്തിൽ നിന്ന് തല ഉയരാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതേസമയം റവന്യൂ കമ്മീഷണർ ജോയിന്റ് കമ്മീഷണർ നൽകിയ അന്വേഷണ റിപ്പോർട്ടിൽ ജില്ലാ കളക്ടർക്കും ആരോപണം ഉന്നയിച്ച പ്രശാന്തിനും ചാനൽ പ്രവർത്തകർക്കും അടക്കം ഈ സംഭവത്തിലുള്ള പങ്ക് വിശദീകരിച്ചിരുന്നു. അഴിമതി തൊട്ട് തെറിച്ചിട്ടില്ലാത്ത, സർവീസ് ജീവിതത്തിൽ ഒരിക്കൽ പോലും ആരോപണ വിധേയനായിട്ടില്ലാത്ത നവീൻ ബാബുവിനെതിരെ ഒരു ആരോപണം പരസ്യമായി ഉന്നയിക്കുകയും 2 ദിവസത്തിനകം ബാക്കി കാര്യങ്ങൾ പുറത്തു വരുമെന്ന് ഭീഷണി മുഴക്കുകയും ചെയ്ത് ആ ചടങ്ങിൽ പ്രസംഗം നടത്തി ഇറങ്ങിപ്പോയ PP ദിവ്യ തന്നെയാണ് ഈ ചാനൽ പ്രവർത്തകരെ, കണ്ണൂർ വിഷൻ എന്ന ചാനൽ പ്രവർത്തകരെ കൊണ്ടുവന്നതും അവരിൽ നിന്ന് ഈ വീഡിയോ വാങ്ങി പത്തനംതിട്ടയിലടക്കം പ്രചരിപ്പിച്ചത്. അപ്പോൾ മുൻകൂട്ടി പദ്ധതിയിട്ട് തന്നെയാണ് PP ദിവ്യ ക്ഷണിക്കപ്പെടാതെ ആ ചടങ്ങിലെത്തിയതെന്നും പ്രസംഗിച്ചതെന്നും വീഡിയോ ചിത്രീകരിച്ചതെന്നും ADMനെതിരെ അത് പ്രചരിപ്പിച്ചതെന്നും എല്ലാം വ്യക്തമാക്കുന്നതാണ് കുറ്റപത്രം. പക്ഷേ ഈ കുറ്റപത്രത്തിൽ പറയുന്ന ഒരു കാര്യം, ഈ പ്രശാന്ത് എന്ന് പറയുന്ന പരാതിക്കാരൻ ഒരു ഏജൻസിക്കും അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിട്ടില്ല. പക്ഷേ അദ്ദേഹം ബാങ്കിൽ നിന്ന് 98,000 രൂപ പിൻവലിച്ചിരുന്നു. പലവട്ടം ADMുമായി സംസാരിച്ചിരുന്നു. ADMൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അതുകൊണ്ട് സാഹചര്യ തെളിവുകൾ ഉണ്ട്. പക്ഷേ ADMന് പ്രശാന്ത് കൈക്കൂലി നൽകിയതിന് തെളിവില്ല, അദ്ദേഹം വാങ്ങിയതിനും തെളിവില്ല. അപ്പോൾ ഒരേ സമയം ദിവ്യയെ കുറ്റപ്പെടുത്തുമ്പോൾ തന്നെ മരിച്ചുപോയ ADM നവീൻ ബാബുവിനെ മരണശേഷവും അപമാനിക്കുന്ന തരത്തിലുള്ള കണ്ടെത്തലുകളാണ്
പോലീസ് നടത്തിയിരിക്കുന്നത്. അപ്പോൾ പ്രത്യേക അന്വേഷണ ഏജൻസിക്ക് SITക്ക് ഈ അന്വേഷണം വിട്ടതുകൊണ്ട് ഈ അന്വേഷണത്തിൽ ഒരു മാറ്റവും ഉണ്ടായില്ല എന്ന് തെളിയിക്കുന്നതാണ് ഈ കുറ്റപത്രം. അതുകൊണ്ടാണ് നവീൻ ബാബുവിൻ്റെ കുടുംബം, നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചത്. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ആ ഹർജി തള്ളിക്കളഞ്ഞു. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകുമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ. അദ്ദേഹത്തിൻ്റെ സഹോദരൻ പ്രവീൺ ബാബുവും കഴിഞ്ഞ ദിവസം അക്കാര്യം വെളിപ്പെടുത്തി. തുടക്കം മുതൽ ഈ സംഭവത്തിൽ ഉയർന്ന ആരോപണം ബന്ധുക്കളുടെ സാന്നിധ്യമില്ലാതെ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി, പോസ്റ്റ്മോർട്ടം നടത്തി. ബന്ധുക്കളുടെ സാന്നിധ്യം അനിവാര്യമായിരുന്നു. അതിന് കുറ്റപത്രത്തിൽ പറയുന്ന വിശദീകരണം ബന്ധുക്കൾ വാക്കാൽ അനുമതി നൽകിയതുകൊണ്ടാണ് ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും അവരുടെ സാന്നിധ്യത്തിലല്ലാതെ നടത്തിയത് എന്നാണ്. എന്നാൽ സംഭവ ദിവസം തന്നെ പരിസരവാസികളും സഹപ്രവർത്തകരും പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ് വാഹനം, ആംബുലൻസ് തടുക്കുന്ന സന്ദർഭം പോലും കണ്ണൂരിലുണ്ടായി. പക്ഷേ പരിയാരം മെഡിക്കൽ കോളേജിൽ തന്നെ പോസ്റ്റ്മോർട്ടം നടത്തുകയാണ് ഉണ്ടായത്. പരാതിക്കാരനായ പ്രശാന്ത് ജോലി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ്. PP ദിവ്യയുടെ ഭർത്താവും ജോലി ചെയ്യുന്നത് പരിയാരം മെഡിക്കൽ കോളേജിലാണ്. അതുകൊണ്ടാണ് സ്ഥലം MLA അടക്കം പരിയാരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്താൻ പാടില്ല എന്ന ആവശ്യം ഉന്നയിച്ചത്. പക്ഷെ അതുപോലും കൂട്ടാക്കാതെ പോലീസ് അത്തരത്തിൽ നടപടി സ്വീകരിക്കുകയായിരുന്നു. അതുപോലെ തന്നെ ജില്ലാ കളക്ടറുമായി മുൻകൂട്ടി സംസാരിച്ച ശേഷമാണ് PP ദിവ്യ ചടങ്ങിലേക്ക് എത്തിയതെന്ന് ലാൻഡ് റവന്യൂ കമ്മീഷൻ നടത്തിയ IASകാരിയായ ഗീത നൽകിയ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ കളക്ടർക്ക് അറിയാമായിരുന്നു PP ദിവ്യ ഈ ചടങ്ങിലേക്ക് വരുമെന്നും ഇത്തരം ഒരു ആരോപണം പരസ്യമായി ഉന്നയിക്കുമെന്നും അറിയാമായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ജില്ലാ കളക്ടറെയോ ഇല്ലാത്ത പരാതി ഉന്നയിച്ച, മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയെന്ന് വ്യാജ പ്രചരണം നടത്തിയ പ്രശാന്ത് എന്ന് പറയുന്ന പെട്രോൾ ബങ്ക് ഉടമയെ ഉൾപ്പെടെ ഇതിൽ പ്രതി ചേർക്കാത്തത്? ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാവും നവീൻ ബാബുവിൻ്റെ ബന്ധുക്കൾ സുപ്രീം കോടതിയെ സമീപിക്കുക.